നല്ല ബീഫ് കിട്ടുന്ന റെസ്റ്റോറന്റ് ഏതായാലും മലയാളികൾ ചോദിച്ചെത്തും. വിഭവം ബീഫ് ഇടിയിറച്ചിയാണെങ്കിലോ വണ്ടി പിടിച്ചുവരെ ഭക്ഷണപ്രേമികൾ അവിടെ എത്തിയിരിക്കും. എന്നാൽ പാലക്കാട് തനി നാടൻ ബീഫ് ഇടിയിറച്ചി കഴിക്കാൻ തോന്നിയാൽ ഹൈറേഞ്ചിലേക്ക് വണ്ടി പിടിക്കാൻ നിൽക്കണ്ട. കോയമ്പത്തൂർ റോഡിലുള്ള ഫുഡിക്റ്റഡ് ഫോക്സ് എന്ന റെസ്റ്റോറന്റിലേക്ക് വന്നാൽ മതി. കൊതിയോറും ബീഫ് ഇടിയിറച്ചി ഇവിടെ ലഭ്യമാണ്. ബീഫ് ഇടിയിറച്ചി പറയുമ്പോൾ പാലക്കാട് റെസ്റ്റോറൻറ്റുകളിൽ എവിടെയും ഇത്രയും കാലമായിട്ട് എൻ്റെ അറിവിൽ ഇത്രയും കാലമായിട്ട് എവിടെയും കൊടുക്കുന്നില്ല. ഞങ്ങളിപ്പോൾ നല്ല രീതിക്ക് ബീഫ് ഇടിയിറച്ചി കൊടുക്കുന്നുണ്ട്. മസാലയിട്ട് വേവിച്ചെടുത്ത ബീഫ് ഇടിച്ചൊതുക്കി ചെറിയുള്ളിയും നാടൻ മസാലകളും ചേർത്താണ് ബീഫ് ഇടിയിറച്ചി തയ്യാറാക്കുന്നത്. ഫുഡിക്റ്റഡ് ഫോക്സിൽ ഏറെ ആരാധകരുള്ളതും ബീഫ് ഇടിയിറച്ചിക്കാണ്. മുരുമുരുന്നിനെയുള്ള ബീഫ് ഇടിയിറച്ചി വാഴയിലയിൽ വിളമ്പി വെച്ചാൽ കൂടെ കഴിക്കാൻ ഊണ് വേണോ പൊറോട്ട വേണോ എന്ന ആശയക്കുഴപ്പം മാത്രമാകും ഭക്ഷണപ്രേമികൾക്ക് ഉണ്ടാവുക. ഇടിയിറച്ചി കോമ്പിനേഷൻ എന്ന് പറയുകയാണെങ്കിൽ ചോറിൻ്റെ കൂടെയും കഴിക്കാം, പൊറോട്ടയുടെ കൂടെയും. എങ്ങനെയായാലും പൊറോട്ട കൂടെ കഴിക്കുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. പിന്നെ ഉച്ചയ്ക്ക് അതേപോലെ മീൽസ് മേടിക്കുമ്പോൾ ഇടിയിറച്ചി ഉണ്ടാവുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ചോദിക്കാറുണ്ട്. ഞാൻ കഴിക്കാൻ പറയുന്നത് പുട്ടും ഇടിയിറച്ചിയാണ്. അത് നല്ല കോമ്പിനേഷൻ, നല്ലൊരു സ്പൈസി ആയിട്ടുള്ളൊരു ഫുഡാണ് ശരിക്കും. പാലക്കാട് അങ്ങനെ നമുക്ക് എല്ലാ ഹോട്ടലിലും ഇത് കിട്ടിയെന്ന് വരില്ല. ഇനി അഥവാ കിട്ടുകയാണെങ്കിൽ തന്നെ ഇത്രയും ഒരു സ്പൈസി ടേസ്റ്റ് ആയിട്ടൊരു ഫുഡ് നമുക്ക് ശരിക്കും നന്നായി സെർവ് ചെയ്യുന്നുണ്ട്. ഭക്ഷണത്തോട് പെരുത്തിഷ്ടമുള്ള ഒരു ചെറുപ്പക്കാരനാണ് ഫുഡിക്റ്റഡ് ഫോക്സ് എന്ന പുതുമയുള്ള റെസ്റ്റോറന്റിന്റെ ചുക്കാൻ പിടിക്കുന്നത്. റെസ്റ്റോറന്റിന്റെ വ്യത്യസ്തമായ പേരിനു പിന്നിലെ കഥ ഹരിഹരൻ തന്നെ പറയും. ഞങ്ങളുടെ റെസ്റ്റോറൻറ്റിൻ്റെ പേര് ഫുഡിക്റ്റഡ് ഫോക്സ് എന്നാണ്. അതിപ്പോൾ പേര് എല്ലാവർക്കും പറയാൻ ഒരു ചെറിയ ബുദ്ധിമുട്ട് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ഒരു തവണ നമ്മുടെ റെസ്റ്റോറൻറ്റിൽ വന്ന് ഫുഡ് കഴിക്കുകയാണെങ്കിൽ ഞങ്ങൾ എന്തുകൊണ്ടാണ് ഈ പേരിട്ടതെന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് മനസ്സിലാവും. കാരണം ഫുഡിക്റ്റഡ് എന്ന് പറയുമ്പോൾ ഫുഡിൽ അഡിക്റ്റായ ജനങ്ങൾ എന്നാണ് അതിൽ ഉദ്ദേശിക്കുന്നത്. ഉച്ചയ്ക്ക് 12 മുതൽ വൈകിട്ട് 11 വരെയാണ് ഈ റെസ്റ്റോറന്റ് പ്രവർത്തിക്കുന്നത്. മീൻ പൊള്ളിച്ചതും മീൻ വറുത്തതും ഉൾപ്പെടെ നോൺ വെജ് പ്രേമികൾക്ക് ഇഷ്ടമുള്ളതെന്തും ഇവിടെയുണ്ട്. ഏതു സമയത്ത് ചെന്നാലും ഇവിടെ പുട്ടും ബീഫ് കറിയും കിട്ടുമെന്നതാണ് മറ്റൊരു പ്രത്യേകത. നല്ല കുരുമുളകിട്ട് വയ്ക്കുന്ന ബീഫ് കറിക്ക് ഓൺലൈൻ ഓർഡറുകളും ധാരാളം ലഭിക്കാറുണ്ട്. നമ്മുടെ പാലക്കാട്ടുകാർക്ക് ബീഫ് ഒഴിവാക്കിയിട്ടുള്ള പരിപാടിയില്ല. അപ്പോൾ ഞങ്ങളുടെ റെസ്റ്റോറൻറ്റിൽ ബീഫ് കറി ഭയങ്കര സ്പൈസി ആയിട്ടും പാലക്കാട്ടുകാർക്ക് ഇഷ്ടപ്പെടുന്ന പോലെ നല്ലൊരു പുട്ടും ബീഫ് കറിയാണ് നമ്മുടെ ഒരു കോംബോ നമ്മൾ കൊടുക്കുന്നത്. പുട്ടും ബീഫ് കറി മാത്രമല്ല, അതിൽ പൊറോട്ടയും ബീഫ് കറിയും, എല്ലാ ഇടിയപ്പം ബീഫ് കറി, പത്തിരി ബീഫ് കറി, എല്ലാവരും ബീഫിനോടാണ് കൂടുതൽ താല്പര്യം. അപ്പോൾ ഞങ്ങളുടെ ഒരു കോംബോ അല്ലെങ്കിൽ ഹൈലൈറ്റ് എന്ന് പറയുന്നത് പുട്ടും ബീഫ് കറിയാണ്. ഞാൻ ഫാമിലി ആയിട്ടാണ് അധികവും ഈ ഹോട്ടലിൽ വരാറ്. പുട്ടും ബീഫ് കറിയാണ് എൻ്റെ ഫേവറേറ്റ്. എൻ്റെ മാത്രമല്ല ഫാമിലിയുടെയും എല്ലാം. പക്ഷേ ഇവിടെ ഏത് സമയത്ത് വന്നാലും പുട്ടും ബീഫ് കറിയും എനിക്ക് കിട്ടാറുണ്ട്. ഇവിടുത്തെ മറ്റൊരു കൊതിയോറ് വിഭവമാണ് കപ്പയും മീൻകറിയും. കപ്പയ്ക്കൊപ്പം നല്ല കുടംപുളിയിട്ട മത്തിക്കറിയാണ് ഭക്ഷണപ്രേമികൾ ചോദിച്ചെത്തുന്നത്. എന്തൊക്കെ സ്പെഷ്യൽ ഉണ്ടെങ്കിലും ആളുകൾക്ക് ഒരു പ്രത്യേക ഇഷ്ടം ബിരിയാണിയോട് ഉണ്ടെന്ന് ഹരിഹരൻ പറയുന്നു. എന്തായാലും പാലക്കാട് എന്ന് പറയുമ്പോൾ ഇവിടെ എല്ലാവർക്കും ബിരിയാണി തന്നെയാണ്. ഓൾ ടൈം ഹിറ്റ്സിൽ ഈ ബിരിയാണി തന്നെ എപ്പോഴും ഫസ്റ്റ് പ്രിഫറൻസ്. അപ്പോൾ ഞങ്ങളിവിടെ മലബാർ ചിക്കൻ ബിരിയാണിയാണ്. അതിൽ ചിക്കൻ ബിരിയാണിയിൽ ഫ്രൈഡ് ചിക്കൻ വിത്ത് മസാല വൈറ്റ് റൈസാണ് കൊടുക്കുന്നത്. ഫാസ്റ്റ് ഫുഡ് പ്രേമികൾക്കായി ഫുഡിക്റ്റഡ് ഫോക്സ് പരിചയപ്പെടുത്തിയ ഐറ്റമാണ് വിവിധതരം പൊറോട്ട റോളുകൾ. ഷവർമയെപ്പോലെ തന്നെ ചെറുപ്പക്കാരുടെ ഇഷ്ടവിഭവമായി ഇത് മാറിക്കഴിഞ്ഞു. പോക്കറ്റിൽ ഒതുങ്ങുന്ന വിലയ്ക്ക് ലഭിക്കുന്നതിനാൽ ചെറുപ്പക്കാർക്ക് ഇരട്ടി സന്തോഷം. ഓൾമോസ്റ്റ് എല്ലാവരും ട്രൈ ചെയ്യുന്നത് ഷവർമയായിരിക്കും. അതാണ് കോമൺ ആയിട്ട് എല്ലാവരും പറയുന്നത്. പെട്ടെന്ന് ഫസ്റ്റ് അവർ മനസ്സിൽ വരുന്ന ഷവർമയായിരിക്കും. പക്ഷേ വൺസ് നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അതിൽ നിന്നൊക്കെ ഒരു ചേഞ്ച് എന്നുള്ള രീതിയിൽ നമുക്ക് ഇത് പിന്നീട് ഒരു കോമൺ ഡിഷായിട്ട് മാറും. നല്ല ടേസ്റ്റിയാണ്. രുചികരമായ കോണ്ടിനെന്റൽ വിഭവങ്ങളും ഇവിടെ ലഭിക്കും. വിവിധതരം പാസ്തകൾ, ചിക്കൻ സ്റ്റീക്ക് തുടങ്ങിയ വിഭവങ്ങൾ തേടി ഭക്ഷണപ്രേമികൾ ഇവിടെ എത്താറുണ്ട്. വൈറ്റ് സോസിൽ തയ്യാറാക്കുന്ന പാസ്ത ആൽഫ്രഡോ ഫുഡിക്റ്റഡ് ഫോക്സിലെ സ്പെഷ്യൽ വിഭവമാണ്. മെട്രോസിൽ പോകുമ്പോഴൊക്കെ കഴിച്ചിട്ടുണ്ട്. സ്റ്റീക്കും സിസിലറും പാസ്തയൊക്കെ കഴിച്ചിട്ടുണ്ട്. പാലക്കാട് ഇതുവരെ എവിടെയും കിട്ടിയിട്ടില്ല. അപ്പോൾ പാലക്കാട് തുടങ്ങി, നന്നായിട്ടുണ്ട്. റീസണബിൾ റേറ്റുമാണ്.
ഇതിനു പുറമെ നോർത്ത് ഇന്ത്യൻ, ചൈനീസ്, അറേബ്യൻ, തന്തൂർ വിഭവങ്ങളും ഫുഡിക്റ്റഡ് ഫോക്സിൽ ലഭ്യമാണ്. ഫുഡിക്റ്റഡ് ഫോക്സിന്റെ അമരക്കാരനായ ഹരിഹരന് വെറും 23 വയസ്സേയുള്ളൂ. ചെറുപ്രായത്തിൽ തന്നെ ഒരു ഹോട്ടൽ സംരംഭം തുടങ്ങാൻ ഹരിഹരന് പ്രചോദനമായത് അച്ഛൻ വാസുദേവനാണ്. അച്ഛനിപ്പോൾ മിൽമ ടീ ഷോപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. മൂപ്പര് എന്നെ പഠിപ്പിച്ച് ഒരു ഷെഫാക്കി. ഞാൻ ബാംഗ്ലൂർ നല്ലൊരു 5 സ്റ്റാർ ഹോട്ടലിൽ തന്നെ വർക്ക് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് നാട്ടിൽ വന്നു. പിന്നെ ഒരു പുറത്തേക്ക് ഗൾഫിലൊന്നും പോയി വർക്ക് ചെയ്യാൻ ഒരു ഐഡിയ ഇല്ലാത്ത ഒരാളായതുകൊണ്ട് ബിസിനസ്സാണ് മൈൻഡിൽ. അപ്പോൾ ഒരു ഹോട്ടലിന് സ്റ്റാർട്ട് ചെയ്യണം. എന്നിട്ട് അവിടെ അച്ഛനെ ക്യാഷിലില്ലെങ്കിൽ അച്ഛൻ റെസ്റ്റോറൻറ്റ് നോക്കി നടത്തുന്ന പോലെ അങ്ങനെയായിരുന്നു എൻ്റെ ഒരു ഐഡിയ. അതിപ്പോൾ ഓൾമോസ്റ്റ് നമ്മളെല്ലാം സെറ്റ് ചെയ്ത് എല്ലാം റെസ്റ്റോറൻറ്റ് ഓപ്പൺ ചെയ്തിട്ടിപ്പോൾ 6 months ആയി. നല്ല രീതിക്ക് പോകുന്നുണ്ട്. 64 പേർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന സൗകര്യം ഇവിടെയുണ്ട്. കൂടാതെ റെസ്റ്റോറന്റിനോട് ചേർന്ന് വാഹനങ്ങൾക്ക് പാർക്കിംഗുമുണ്ട്. കുടുംബത്തോടൊപ്പം സ്വസ്ഥമായി വന്നിരുന്ന് ഭക്ഷണം കഴിക്കാൻ പ്രേരിപ്പിക്കുന്ന ഗംഭീര ആംബിയൻസും ഫുഡിക്റ്റഡ് ഫോക്സ് നൽകുന്നു. ഞങ്ങൾക്ക് ഇതുവരെ കസ്റ്റമേഴ്സിൻ്റെ നിന്ന് കിട്ടിയ പോസിറ്റീവ് റെസ്പോൺസ് എന്ന് പറയുകയാണെങ്കിൽ ഞങ്ങളുടെ ഫുഡിൻ്റെ ടേസ്റ്റിനെ കുറിച്ചും അതേപോലെ ആംബിയൻസിനെ കുറിച്ചും എല്ലാം തന്നെ ഉണ്ട്. പ്രത്യേകിച്ച് അവർ എടുത്ത് പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ പറയുമ്പോൾ ഞങ്ങളുടെ നാടൻ ഡിഷിൻ്റെയും അതേപോലെ കോണ്ടിനെൻ്റൽ ഡിഷസും അപ്പം അതിനെ നല്ല രീതിക്ക് വേറെ എവിടെയും കിട്ടുന്നില്ല എന്നെല്ലാം പറഞ്ഞിട്ട് നല്ല റെസ്പോൺസ് തന്നെയാണ് എല്ലാവരും. അത് കേൾക്കുമ്പോൾ നമ്മൾക്കും നമ്മുടെയും ഡ്രീം ഇത് തന്നെയാണല്ലോ. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഈസ് ഫസ്റ്റ്.